Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് എന്ന സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും അധികം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ മാർക്സിനും ഉള്ളത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സർവീസസ്. നമ്മുടെ സബ്ജക്റ്റ് അതെന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കേണ്ട കാര്യമാണ് എന്താണ് ഫിനാൻഷ്യൽ സർവീസുകൾ. അതേപോലെ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇതൊക്കെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ധാരാളം ചാൻസ് ഉള്ളതാണ്. ചോദിച്ചിട്ടുമുണ്ട് ഫിനാൻഷ്യൽ സർവീസ് തന്നെ. ഇനി ഇതിൽ നമുക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ് ഫിനാൻഷ്യൽ സർവീസിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഫിനാൻഷ്യൽ സർവീസ് എന്തൊക്കെയാണെന്നുള്ളത് തന്നെയാണ് ഓരോ ചാപ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫാക്ടറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ലീസിങ് ചോദിച്ചിട്ടുണ്ട്, ഫോർഫെയ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, മെർച്ചന്റ് ബാങ്കിങ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ പോർട്ട്ഫോളിയോ ഫിനാൻസ്, അണ്ടർ റൈറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്, മ്യൂച്വൽ ഫണ്ട്, ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫീ ബേസ്ഡും ഫണ്ട് ബേസ്ഡും ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയി ചോദിച്ചിട്ടുണ്ട്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി 2 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്നുള്ളത്, ഫാക്ടറിങ് എന്താണെന്നുള്ളത്, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്താണെന്നുള്ളത്, ഫോർഫെയ്റ്റിംഗ് എന്താണ്, ലീസിങ്, ഹയർ പർച്ചേസ് ഫിനാൻസിങ്, ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ബുക്ക് ബിൽഡിംഗ്, എന്താണ് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. ഇനി ഇതിൽ മോഡേൺ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. 14 പോയിന്റ് വരുന്നുണ്ട്. പിന്നെ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സർവീസുകളാണ്. അതിൽ മെർച്ചന്റ് ബാങ്കിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ് എന്താണ് മെർച്ചന്റ് ബാങ്കർ. അപ്പോൾ അതിൽ നമുക്ക് നോക്കേണ്ട അണ്ടർ റൈറ്റിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ റൈറ്ററുടെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ എന്താണ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്ലിയറിംഗ് ഹൗസ്, ഡെപ്പോസിറ്ററി സർവീസ് എന്താണെന്ന് ഒരു 2 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ആരൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, ഒന്ന് സെബി ആണ്, ഒന്ന് RBI ആണ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു IRDAയും അതേപോലെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട്, പെൻഷൻ ഫണ്ടിനെ കുറിച്ചും 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് PFRDA എന്നുള്ളതായിരുന്നു അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇതെന്തായാലും നോട്ട് ചെയ്യുക. FOF എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻ ആണ്. മീനിങ് ആൻഡ് ഡെഫിനേഷൻ പഠിച്ചോളാം. മ്യൂച്വൽ ഫണ്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക, ഒന്നും ഒഴിവാക്കാനില്ല. അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക, ഇമ്പോർട്ടൻസ് പഠിക്കുക, അഡ്വാൻറ്റേജസ് പഠിക്കുക. ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ഡിസഡ്വാൻറ്റേജസ് പഠിക്കുക, മ്യൂച്വൽ ഫണ്ടുമായിട്ട് വന്നത്. പിന്നെ ആരെയാണ് സ്പോൺസർ എന്ന് പറയുന്നത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രസ്റ്റും ട്രസ്റ്റിയും ഒക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ചോദിച്ചിട്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്താണെന്നുള്ളത്. പിന്നെ അവിടെ വരുന്നത് ഓപ്പൺ എൻഡഡ് സ്കീമിനെ കുറിച്ച് ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്താണ് ഓപ്പൺ എൻഡഡ് സ്കീം, അതേപോലെ തന്നെ അതിലുള്ള ടൈപ്സ് ഏതൊക്കെയാണ്, സ്റ്റോക്ക് ഫണ്ട് എന്താണ്, ബോണ്ട് ഫണ്ടുകൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ഒക്കെ എന്താണെന്നുള്ളതൊക്കെ അവിടെ നോക്കുക. പിന്നെ പറഞ്ഞത് ക്ലോസ് എൻഡഡ് സ്കീം, ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും എന്താ നോക്കുക, അതിൻ്റെ ഡിഫറൻസ് പഠിച്ചോളാം. ആ 2 സ്കീമിൻ്റെ ഡിഫറൻസ് പഠിച്ചോളാം. ഇക്വിറ്റി ഫണ്ടുകൾ, അതേപോലെ തന്നെ ഗിൽട്ട് ഫണ്ട് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഷോർട്ട് ടേം ലിക്വിഡ് ബാലൻസ്ഡ് ഫണ്ടുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. പിന്നെ SIP എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്നുള്ളത്, ആർബിട്രേജ് ഫണ്ട് എന്താണെന്നുള്ളത്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്താണെന്ന് എന്തായാലും നിങ്ങൾ പഠിച്ചോളുക നിർബന്ധമായിട്ടും. ETF-ഉം മ്യൂച്വൽ ഫണ്ടും കൂടിയുള്ളത് എന്തൊക്കെയാണ് ഡിഫറൻസ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. പിന്നെ അതർ ടൈപ്സ്, മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലേഷനാണ് ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്.
അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് നിങ്ങൾക്ക് പഠിക്കാം. അതൊരു 10-23 പോയിന്റുള്ളതാണ്. അത് നിങ്ങൾ പഠിക്കണം എന്നില്ല. എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മ്യൂച്വൽ ഫണ്ട് എന്താണ്, അതിൻ്റെ നീഡ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പ്രോബ്ലംസ്. അതെ, പെൻഷൻ ഫണ്ടിനെ കുറിച്ച് എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്, പെൻഷൻ ഫണ്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പെൻഷൻ പ്ലാനുകൾ ഇവിടെ ചിലപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫങ്ഷൻസ്, നേരത്തെ ചോദിച്ച പോലെ PFRD എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസും ചോദിക്കാം. പിന്നെ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പെൻഷൻ ഫണ്ടിന് എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമതൊരു ചാപ്റ്ററിലേക്ക് വരുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും മെർച്ചൻറ്റ് ബാങ്കിങ്ങും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ്, എന്താണ് അണ്ടർ റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെർജർ ആൻഡ് അക്വിസിഷൻ, അസറ്റ് മാനേജ്മെൻറ്റ്, മെർച്ചൻറ്റ് ബാങ്കിങ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. മെർച്ചൻറ്റ് ബാങ്കിങ് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. 2 മാർക്സിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കുക, മെർച്ചൻറ്റ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചോളാം. മെർച്ചൻറ്റ് ബാങ്ക് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, ഡിഫറൻസ് പഠിച്ചോളാം. മെർച്ചൻറ്റ് ബാങ്കും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും തമ്മിൽ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. മെർച്ചൻറ്റ് ബാങ്കിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതിൻ്റെ റോള് നോട്ട് ചെയ്തോളാം. സ്ട്രക്ചറൊന്നും അത്ര കാര്യമായിട്ട്, അത് നിങ്ങളൊരു ഐഡിയയിൽ പഠിച്ചാൽ മതി. റിസർവ് ബാങ്കും ബാങ്കിങ് സിസ്റ്റം, നോൺ ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസും ഒക്കെ വരുന്നുണ്ട്. UTI വരുന്നുണ്ട്, അല്ലാത്ത നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറി വരുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ മിസ്ലേനിയസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ. അതൊരു ഐഡിയയിൽ നോക്കുക എന്ന് മാത്രമേ അവിടെ ചെയ്യേണ്ടുള്ളൂ. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ എന്തൊക്കെയാണെന്നൊന്നും ശ്രദ്ധിക്കുക. ഇതുവരെ ചോദിച്ചിട്ടില്ല, അപ്പോൾ അതിനൊരു ചാൻസ് കാണാനുണ്ട്. മെർച്ചൻറ്റ് ബാങ്കിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷനും രജിസ്ട്രേഷനും ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒബ്ലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് പോയിന്റ് ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്, 10-30 പോയിന്റ്. അതൊന്നും പഠിച്ചെത്തില്ല, അപ്പോൾ അതൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് എൻ്റെ സർവീസസ് എന്തൊക്കെയാണ്, മെർച്ചൻറ്റ് ബാങ്കിൻ്റെ സർവീസസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്, 2 മാർക്കിന് ചോദിക്കുക. ഈ സർവീസുകളെല്ലാം നമുക്ക് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേറ്റ് ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. പ്രൊജക്റ്റ് കൗൺസിലിംഗ് എന്താണെന്ന് ചോദിക്കാം. ലോൺ സിൻഡിക്കേഷൻ, നിങ്ങളിപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അതിലുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലോൺ സിൻഡിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സ്റ്റോക്ക് ബ്രോക്കിംഗ്, അണ്ടർ റൈറ്റിംഗ്, ഇഷ്യൂ മാനേജ്മെൻറ്റ്, അതെല്ലാം 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത്, ഒബ്ജക്റ്റീവ്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്. ഇതെല്ലാം നമ്മൾ പ്രോജക്റ്റിൽ പഠിച്ചതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്ങും ഡെപ്പോസിറ്റുകളും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും നമുക്ക് നല്ല ഇമ്പോർട്ടൻസോട് കൂടി ചോദിച്ചിട്ടുണ്ട്. 4ാമത്തെ ചാപ്റ്ററിലെ ലീസ് ഫിനാൻസിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് പഠിക്കുക. ലീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. ടൈപ്സ് ഓഫ് ലീസിങ്, ക്ലാസിഫിക്കേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലീസ് എന്ന് 2 മാർക്കിന് ചോദിക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് ചോദിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചോളാം, ഡിഫറൻസ് പഠിച്ചോളാം. 3ാമത്താണ് ലിവറേജ് ലീസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലീസിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളൊക്കെ, ലിവറേജ് ലീസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ബോർഡർ, സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കുക. എന്താണ് ടൈപ്സ് ചോദിച്ചാൽ ഒറ്റയ്ക്ക് 5 മാർക്കിനും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലീസ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും പഠിച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ. ഇത്രയാണ് ഈ ലീസ് എന്ന് പഠിക്കാനുള്ളത്. 5ാമത്തേൽ വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്, അതെന്തായാലും പഠിക്കുക. 2 മാർക്സിനെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് പഠിച്ചോളാം. അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. പിന്നെ പറയുന്നത് സ്റ്റേജസ്, വെഞ്ചർ ക്യാപിറ്റലിൻ്റെ സ്റ്റേജസ് നോട്ട് ചെയ്യുക. ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്യുക. പിന്നെ അഡ്വാൻറ്റേജ് നോട്ട് ചെയ്യുക. അതൊക്കെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ്, അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ, ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, ടൈപ്സ് ഒക്കെ നോട്ട് ചെയ്യാം. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും നിർബന്ധമായിട്ട് പഠിക്കുക. അത് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. പിന്നെ അതിൻ്റെ ടൈപ്സ്, ടിപ്പിക്കൽ സോഴ്സ് എന്താണെന്നുള്ളത്,
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് വാട്ട് ഈസ് ക്രൗഡ് ഫണ്ടിങ്. 2 മാർക്കിന് ചോദിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് എന്താ നോക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നോട്ട് ചെയ്തോളാം. പിന്നെ അപ്പോൾ ഇത് രണ്ടും ചോദിച്ച സ്ഥിതിക്ക് അത് റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്താണെന്നുള്ളത്. അതിന് ചാൻസ് ഇനി കൂടുതലാണ്. പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കുക അതിൻ്റെയൊക്കെ. ഇനി ചോദിക്കാം ബൈ ഔട്ട് എന്താണെന്നുള്ളത് ചോദിക്കാം. വാട്ട് ഈസ് ബൈ ഔട്ട്. പിന്നെ അതിൻ്റെ സ്ലോ ഗ്രോത്ത്, എന്തുകൊണ്ടാണ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ വളർച്ച ഇന്ത്യയിൽ കുറവാകാനുള്ള കാരണം എന്നുള്ളത് അത് നന്നായി നോട്ട് ചെയ്തോളുക. ഗൈഡ് ലൈൻസ്, വെഞ്ചർ ക്യാപിറ്റലിലെ ഗൈഡ് ലൈൻസ്. ഇനി വെഞ്ചർ ക്യാപിറ്റൽ ഡീറ്റെയിലായി ചോദിക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സുകളൊക്കെ ഇനി ഇതിൽ ചോദിക്കാനുള്ളൂ. പിന്നെ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണെന്നൊന്ന് നോട്ട് ചെയ്താൽ മതി, അതത്ര കാര്യമായിട്ട് നോക്കണം എന്നില്ല. ഇത്രയാണ് വെഞ്ചർ ക്യാപിറ്റലിന് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഇനി 6ാമത് ചാപ്റ്റർ ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗിൽ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പോൾ എന്തായാലും ഇത് പഠിച്ചോളാം. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്. അതിൽ പ്രാധാന്യം നല്ലോണം ഉണ്ട്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ അതിൻ്റെ അപ്രോച്ചസ് ആണ്, അതങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാതെ മാത്രമേ ഉള്ളൂ. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഏജൻസികളെ കുറിച്ചാണ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്, അതിൻ്റെ ഏജൻസിനെ കുറിച്ചൊന്ന് പഠിക്കുക. അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചോളുക. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഇതൊക്കെ എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. ബെനിഫിറ്റ്സ് പഠിച്ചോളുക, അതർ അഡ്വാൻറ്റേജ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഡിസഡ്വാൻറ്റേജസും കൂടി, ഇതിലൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറയാനില്ല. പിന്നെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു 7 പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ പ്രോസസ്സ് 5 മാർക്കിന് ചോദിക്കാം വേണമെങ്കിൽ. പിന്നെ റേറ്റിംഗ് മെത്തഡോളജി, ബിസിനസ് റിസ്ക്, ഇൻഡസ്ട്രി റിസ്ക് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഫിനാൻഷ്യൽ അനാലിസിസ്, ഇതെല്ലാം നമ്മൾ പ്രൊജക്റ്റിൽ ഓൾറെഡി ഇങ്ങനെ കുറച്ച് കവർ ചെയ്ത് പോയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. എന്തൊക്കെ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പ്രൊജക്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. പിന്നെ എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇന്ത്യയിൽ ഏതൊക്കെയാണ്, അതിൽ ക്രിസിലിനെ കുറിച്ച് ചോദിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതുകൊണ്ട് ക്രിസിൽ പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പഠിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ്, ക്രിസിലിൻ്റെ ഫങ്ഷൻ ഒന്ന് പഠിക്കുക. അത്രയും കാര്യങ്ങൾ ക്രിസിലിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ റേറ്റിംഗ് പ്രോസസ്സും ജസ്റ്റ് ഒന്ന് എന്തൊക്കെ പോയിന്റ്സ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഇപ്രാവശ്യം വേണമെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഐക്ര എന്താണെന്ന് ചോദിക്കാം. ക്രിസിൽ ചോദിച്ചുകൊണ്ട് ഐക്ര പഠിച്ചോളുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചോളുക. ഒബ്ജക്റ്റീവ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസൊക്കെ ഒന്ന് മൊത്തത്തിലെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. അത് അതിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ചൊന്നും നോക്കണ്ട, അതൊന്നും നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത സമയങ്ങളിൽ റേറ്റിംഗ് പ്രോസസ്സ് വേണമെങ്കിൽ നോക്കാം. ഐക്രയുടെ റേറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഐക്ര ക്രിസിൽ ചോദിച്ചുകൊണ്ട് ഐക്ര ചോദിക്കും. ഇനി ഐക്ര അല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ അടുത്ത ചാൻസുള്ള കെയർ എന്താണെന്നുള്ളത്. അപ്പോൾ കെയർ പഠിച്ചോളുക, കെയറിൻ്റെ സർവീസുകൾ പഠിച്ചോളുക. ഇനി ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലെ റേറ്റിംഗ് മെത്തഡോളജി, റേറ്റിംഗ് പ്രോസസ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. അത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ക്രെഡിറ്റ് റേറ്റിംഗ് എന്താ ചോദിച്ചു, ക്രിസിൽ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഐക്രയും കെയറും നന്നായിട്ട് പഠിക്കുക. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പഠിക്കുക. അതൊക്കെ തന്നെയാണ് ഇതിൽ. 2-3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയും അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. അതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീനെ ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളതും അപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാറ്റിനെയും കുറച്ച്. പിന്നെ ബെനിഫിറ്റ്സും ലിമിറ്റേഷനും ചോദിച്ചു. ക്രെഡിറ്റ് റേറ്റിംഗ് അതിൻ്റെ സ്റ്റെപ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ലിമിറ്റേഷൻ ബെനിഫിറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാക്ടറിംഗ് സർവീസാണ് 2 മാർക്സ് ക്വസ്റ്റ്യൻ. എന്താണ് ഫാക്ടറിംഗ്? ഫാക്ടറിങ് അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ പ്രൊസീജിയർ, ഫാക്ടറിങ്ങിന് വന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതേപോലെ ഫാക്ടറിങ്ങിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. ടൈപ്സ് ഓഫ് ഫാക്ടറിങ് എസ്സേയിൽ നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് ഈസ് ബൾക്ക് ഫാക്ടറിങ് എന്ന് ചോദിക്കാം. ഏജൻസി ഫാക്ടറിങ് എന്താണ്, ഇൻവോയ്സ് ഫാക്ടറിങ്, ഇതൊക്കെ 2 മാർക്സിന് വരാൻ ചാൻസ് ഇല്ല. മെച്യൂരിറ്റി ഫാക്ടറിങ് എന്താണ്, വിതൗട്ട് റീകോഴ്സ് ഫാക്ടറിങ് എന്താണ്,
ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുകയും ചെയ്യാം, 5 മാർക്കിനും ചോദിക്കുക, എസ് ഏറ്റവും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോട്ട് ചെയ്തോളാം. പിന്നെ 6 മാർക്കിനും 6ാമത്തെയും പോയിന്റ് ഒക്കെ ഈ പറഞ്ഞ പോലെ 2 മാർക്ക്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഫാക്ടറിങ്, റിക്കോഴ്സ് ഫാക്ടറിങ് എന്താ, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്, ഫാക്ടറിങ് എന്താണെന്നുള്ളതും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തായാലും പഠിക്കുക, ഡിഫറെൻറ്റ് ടൈപ്സും പഠിച്ചു വയ്ക്കുക. ഇനി 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫോർഫെയ്റ്റിങ് എന്താണെന്നുള്ളത്, എന്നാലും പഠിച്ചോളുക ഫോർഫെയ്റ്റിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഫോർഫെയ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്തോളുക. ഫോർഫെയ്റ്റിംഗ് പ്രൊസീജിയർ, ടൈപ്സ്, ബെനിഫിറ്റ്സ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഡിഫറൻസ്, അതായത് ഫോർഫെയ്റ്റിങ്ങും ഫാക്ടറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഫോർഫെയ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം അതൊന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് നമുക്ക് വരാൻ സാധ്യത ഉള്ള ഒരു പോർഷൻ തന്നെയാണ്. ഇതിലത്തെ ഒരു പോർഷന് പോലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാലോ, ഒരു ചാപ്റ്റർ പോലും അവർ വിട്ടിട്ടില്ല. എല്ലാം ഹെഡിങ്ങുകൾ എന്താണെന്നുള്ളത് അത് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രോസസ്സ്, മെറിറ്റ്, ഡിമെറിറ്റുകൾ, ടൈപ്സ്, ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്താ ചോദിക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതാണെന്നുള്ളത് ചോദിക്കാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏജൻസി എടുത്ത് ചോദിക്കാം, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ചോദിക്കാം. അപ്പോൾ ക്രിസിലിൽ ചോദിച്ച കൊണ്ട് നമ്മൾ പറയണു ഇനി ഐക്രീം കെയറും ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക, ചിലപ്പോൾ ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ തന്നെ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കുക. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, എന്നോട് അടുത്ത് നിൽക്കുന്ന പോയിന്റുകൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ, എങ്ങനെ പോയാലും ഒരു ഔട്ട് ഓഫ് 80 നിങ്ങൾക്ക് 60 മാർക്സ് വരയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 6th സെമ്മിൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കുക. പിന്നെ വിശദമായിട്ട് കേൾക്കണം എന്നുള്ള ആളുകൾക്ക് ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി എക്സാം നന്നായിട്ട് എഴുതാം. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജൂനിയേഴ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. മെസ്സേജ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, പരമാവധി ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.